ആളുകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് നൈല എനിക്ക് ഭയങ്കര ഇഷ്ടം. നൈല അപ്പ എന്നാണ് എന്നെ ഇപ്പോഴും വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എനിക്ക് അതുകൊണ്ട് അങ്ങനെ ഒരു മകൾ ഉണ്ടായില്ലല്ലോ എന്നുള്ള വിഷമമുണ്ട്. തീർച്ചയായിട്ടും നൈലയുടെ ഉഷയും അല്ലെങ്കിൽ മറ്റേ അച്ഛനും അമ്മയൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇപ്പോഴും നൈല പക്ഷെ സിദ്ദിഖ ഇപ്പൊ നേരത്തെ ജോൺ പറഞ്ഞതുപോലെ വാട്ട് ആൻ അമേസിംഗ് ആക്ടർ. ഞാൻ പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് സിദ്ദിഖയുടെ ഒരു ഇന്റർവ്യൂ കേട്ടപ്പോ അതിനകത്ത് സിദ്ദിഖ പറയുന്നുണ്ടായിരുന്നു, പണ്ട് എനിക്ക് നടക്കാൻ പോലും അറിയില്ലായിരുന്നു, ക്യാമറ ഇങ്ങനെ ഓൺ ചെയ്യുമ്പോൾ എങ്ങനെ നടക്കണം എന്ന് അറിയില്ലായിരുന്നു. സോ അവിടെ നിന്ന് ട്രാൻസ്ഫോം ചെയ്ത് 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 ഇന്നിപ്പോ ഏത് ലെവലിലെത്തി സിദ്ദിഖ. സോ ടെൽ us about how this has been ഈ ജേർണിയെ കുറിച്ചൊക്കെ. അത് നമുക്ക് മനസ്സിലാവില്ല. നമ്മളിപ്പോഴും നമുക്ക് നടക്കാൻ അറിയില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോഴേ അതുകൊണ്ടാണ് ഓരോന്നോരോന്നും കൂടുതൽ പഠിക്കാനൊക്കെ പറ്റുന്നത്. അന്നൊക്കെ ഒരു 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 കഥാപാത്രം കിട്ടുമ്പോൾ നമ്മൾ ഈ കഥാപാത്രത്തെ നമ്മളെങ്ങനെ മോൾഡ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിന് നമ്മുടെ ഭാഗത്തു നിന്ന് എന്ത് ഇൻപുട്സ് ഒക്കെയാണ് കൊടുക്കേണ്ടത്, അങ്ങനെയൊന്നും ചിന്തിക്കാറുണ്ടായിരുന്നില്ല. എവിടെ ചില ഒരു റോള് തരുന്നു, അഭിനയിക്കുന്നു, അവർ പറയുന്ന ഡയലോഗ് അങ്ങോട്ട് പറയുന്നു, നമ്മളതൊരു ജോലി പോലെ ചെയ്യുന്നു. പിന്നീട് ഇതിനോട് നമുക്കൊരു ഭയങ്കര പാഷൻ തുടങ്ങും. അപ്പോൾ ഞാൻ ചെയ്യുന്നതല്ല ശരി, ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ കഥാപാത്രത്തെ ഏറ്റവും അധികം നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ മാക്സിമം ഇൻപുട്സ്, നമ്മുടെ ഒരു കഴിവും നമ്മുടെ ഒരു IQ ലെവലൊക്കെ വെച്ചിട്ട് മാക്സിമം നോക്കി ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോഴും പലതും അറിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവുള്ളത് കൊണ്ടാണ് പലതും നമ്മൾ നന്നാക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ എപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം വെച്ചാൽ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല. ഡാൻസ് ചെയ്യാൻ അറിയില്ല എങ്കിൽ പോലും എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല എന്നുള്ള വിവരം എനിക്കറിയാം. അതുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കാൻ നോക്കും. പിന്നെ നോക്കുമ്പോ എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഏറ്റവും ഒരുപാട് ലിമിറ്റേഷൻസ് ഒരുപാടുള്ള ഒരു ആക്ടറാണ് ഞാൻ. എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും എന്റെ ചെമ്പ് പുറത്താകാതിരിക്കാനും ഒക്കെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കും. പക്ഷേ ഒരു കാലഘട്ടം 90s വന്ന പല സിനിമകളിലൊക്കെ സിദ്ദിഖ അന്ന് ഡാൻസ് ചെയ്തിട്ടില്ലായിരുന്നു അല്ലേ? അങ്ങനെയും ഡാൻസ് ചെയ്യാം. അത് മാത്രമല്ല, നമ്മളിപ്പോ മലയാളത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിദ്ദിഖ ഇല്ലേ ഈ പടത്തിൽ എന്നേ ആളുകൾ ചോദിക്കുള്ളൂ. കാരണം അത്രയും അധികം സിനിമ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒടിയൻ എന്ന സിനിമ ഈ പറയുന്നത് പോലെ തന്നെ നമ്മളെല്ലാരും കാത്തിരിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ്. അപ്പൊ ഈ ചിത്രത്തില് സിദ്ദിഖയുടെ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ചൊക്കെ നമ്മുടെ ലിസണേഴ്സിന് അറിയാൻ വേണ്ടി ഒന്ന് പറയൂ. ഒടിയൻ എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രം എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു വലിയ ഭാഗ്യം. അങ്ങനെയാണ് ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുള്ളത്. കാരണം ഇത്രയും വലിയൊരു സിനിമ ഇത് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോഴാണ് പൊതുവെ നിങ്ങളൊക്കെ ഇതിനെ ഇത്ര വലിയ സിനിമ എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. ഞങ്ങൾ ഈ സിനിമ ഉണ്ടാവുന്ന സമയത്ത് തന്നെ അത് മലയാളത്തിൽ അന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ സിനിമയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അതിലെ കഥാപാത്രം എനിക്കത്ര അത്ര വലിയൊരു കഥാപാത്രം അല്ലെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരു കാര്യത്തിലാണ്. അതിപ്പോൾ ആൻ്റണിക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ആൻ്റണിയൊക്കെ സാധാരണ ഇപ്പോൾ ഒരു പടത്തിൽ തന്നെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിളിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്. ഇനിയിപ്പോൾ വേറെ കുഴപ്പമില്ല, സന്തോഷമായി. ഇപ്പോൾ ലാൽസാറിൻ്റെ കാര്യങ്ങളൊന്നും ഇനി ടെൻഷനാണല്ലോ, നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങളൊരു പിക്നിക് മൂഡിലാണ് എപ്പോഴും. ലാലിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു സന്തോഷം അതാണ്. അപ്പോൾ ഈ കഥാപാത്രത്തിൽ നമ്മൾ ചെയ്യുന്നതോ ഇത് നന്നാവുന്നതോ ഇതിൻ്റെ വളർച്ചയൊന്നും നമ്മളറിയില്ല. എനിക്ക് ഏറ്റവും അധികം പേര് കിട്ടിയ ഒരു സിനിമയാണ് രാവണപ്രഭു എന്ന് പറയുന്ന സിനിമയിലെ പോലീസ് ഇൻസ്പെക്ടർ റോള്. അപ്പോൾ ആദ്യം അതിനു മുമ്പ് കുറേ നാളായി ഞാൻ ലാലിൻ്റെ കൂടെ അഭിനയിച്ചിട്ട്. വളരെ മുമ്പാണ് കന്മതത്തിലോ മറ്റോ അഭിനയിച്ചിട്ട്. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് രാവണപ്രഭു അഭിനയിക്കുന്നത്. അപ്പോൾ ആദ്യം ചെന്ന ദിവസം തന്നെ എടുത്തത് ഈ സീനാണ്. ഈ റോഡിൽ എന്നെ അടിക്കുന്ന ആ സീനാണ്. ഗപ്പൊന്നും കിട്ടിയില്ല ആ സീനാണ് എടുത്തത്. അപ്പോൾ സീൻ ഇങ്ങനെ വായിച്ച് കേട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ അതിൽ പലർക്കും അറിയാത്തൊരു കാര്യം കൂടി ഇവിടെ വെച്ച് ഞാൻ പറയാൻ കേട്ടോ. ആ ഫൈറ്റ് കമ്പോസ് ചെയ്തിരിക്കുന്ന പീറ്റർ ഹെയ്നാണ്. You know what we're talking about, right? അപ്പൊ അന്ന് പീറ്റർ ഹെയ്ൻ എന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു വലിയ ബ്രഹ്മാണ്ഡ മാസ്റ്റർ ആയിട്ടില്ല. അസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടൊക്കെ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. ദാറ്റ്സ് യുവർ ഇനീഷ്യൽ സ്റ്റേജ് അല്ലേ? അപ്പൊ വന്നു ഞങ്ങളെ കൊണ്ട് ഫൈറ്റ് ഒക്കെ ചെയ്യിച്ചു. അപ്പോൾ അതും കൂടെ പറയാനുള്ള അവസരം കിട്ടിയതാണ്. ആ സീൻ എടുത്തത് എങ്ങനെയാണെന്നോ ആ സീൻ തീർന്നത് എങ്ങനെയാണെന്നോ ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ലാലും ഞാനും കൂടെ തമാശയൊക്കെ പറയുന്നത് അങ്ങനെ ചെയ്യുന്നു. അപ്പം മോഹൻലാലിലൂടെ അഭിനയിക്കുമ്പോൾ ഒരു സുഖം അതാണ്. നമ്മൾ ഈ അഭിനയത്തിന് അപ്പം ഞാൻ എപ്പോഴും പറയും, ഈ അഭിനയം എന്ന് പറയുന്ന ജോലി അത് വളരെ ഈസിയാണെന്ന് നമുക്ക് തോന്നുന്നത് മോഹൻലാൽ അഭിനയിക്കുന്നത് കാണുമ്പോഴും അത് ഏറ്റവും പ്രയാസപ്പെട്ട ജോലിയാണെന്ന് മനസ്സിലാവുന്നത് ഞാൻ അഭിനയിക്കുമ്പോഴുമാണ്. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ലാലിൻ്റെ കൂടെ നമ്മളിങ്ങനെ അത് വളരെ പുല്ലുപോലെ ഒരാൾ നിന്ന് ചെയ്യുന്നു, നമ്മളിങ്ങനെ ഇത് വെച്ച് കിടന്ന് മലമറിക്കുന്നു. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു പ്രത്യേക സുഖമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒടിയനിൽ അഭിനയിക്കുമ്പോഴും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആ കഥാപാത്രം
ഇപ്പൊ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ അറിയാം, എപ്പോഴും എല്ലാവരും പറയില്ലേ ഞാൻ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യുന്നതെന്നൊക്കെ പറയാം. അതിൽ എത്ര വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്നും അറിയില്ല. എങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അത്തരം ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ദാമോദരൻ എന്നാണല്ലേ? ദാമോദരൻ നായർ ഒരു ചായക്കടക്കാരനാണ്. അപ്പോൾ 2 സ്റ്റേജ് കാണിക്കുന്നുണ്ട്. ലാലിൻ്റെ ചെറുപ്പവും എൻ്റെ ചെറുപ്പമുള്ള സമയത്തും പിന്നീടും ഞങ്ങൾ തമ്മിലുള്ള വളരെ ദൃഢമായ ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒരു കഥ അതിനകത്ത് പറയാനുണ്ട്. പിന്നെ സിനിമയുടെ കഥയിലേക്ക് വരുമ്പോൾ തന്നെ അത് ഇപ്പൊ പറയുന്നത് ശരിയല്ല, അങ്ങനെയുള്ള ഇവരുടെ ഒരു ദൃഢമായ ബന്ധം നല്ലതുപോലെ ആ സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒടിയൻ ആരാണ്, ഒടിയൻ എന്താണെന്ന് പ്രേക്ഷകന് മനസ്സിലാവുന്നത് ദാമോദരൻ മറ്റു കഥാപാത്രങ്ങളോട് ഈ ചായക്കടയിൽ എല്ലാവരും വന്നിരിക്കുമ്പോഴത്തേക്ക് അവരുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കുമായിരിക്കും അല്ലേ? അപ്പോഴൊക്കെ സിനിമയുടെ സംവിധായകൻ ഇങ്ങനെ കവളും നുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി ഇതെല്ലാം പുറത്തു വിടുമല്ലോ. ഓക്കെ, സോ എനിവേസ് അവിടെ വെച്ചിട്ട് എല്ലാവരുടെ പറയുന്നില്ല. പറയുന്ന ഒറ്റ വാക്കിൽ മതി, ഇപ്പൊ ഇറങ്ങിപ്പോയില്ലേ അവനെ നിങ്ങൾ അത്ര ചെറുതായിട്ട് കാണണ്ട കേട്ടോ. മാസ്, അത് തഗ് ലൈഫ് ഡയലോഗാണ്. അപ്പൊ ആ ചായക്കടയുടെ മുമ്പിലാണ് ആ മറ്റേ മാസ് ചായ സീനും അല്ലേ? അതായത് ആ ചായ ഇപ്പൊ ഏതോ എനിക്ക് തോന്നുന്നു ടിക്ടോക്കിലും മറ്റ് എല്ലായിടത്തും എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കയ്യിലെ ചായ ഗ്ലാസ് ചായ തെറിക്കാതെ ഇപ്പുറത്തെ കയ്യിലോട്ട് ആക്കിയിട്ട് മറ്റേ കൈ കയറി പിടിക്കുന്ന സീനാണ്. അപ്പൊ ആ സീൻ ചായക്കടയുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയ ചായയാണ്. മാത്രല്ല മാണിക്കന്റെ ഊർജം എനിക്കറിയാം ഏത് ചായ തെറിക്കണം, തെറിക്കാൻ പാടില്ലാത്ത ചായ ഉണ്ടാക്കിയത് ഞാനാണ്. ഈ സിനിമ അവസാനത്തെ ഒടിയന്റെ കഥയാണെന്നാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ഒരു ടാഗ് ലൈൻ പോലെ ഈ ഒരു സിനിമയ്ക്ക് ഉണ്ട് അല്ലെ, അവസാനത്തെ ഒടിയന്റെ കഥ അല്ലെ? അതിപ്പോ ഞങ്ങൾ തൽക്കാലം പറഞ്ഞത് ആവാട്ടോ. രണ്ടാം ഭാഗം ഉണ്ടെങ്കിൽ അതല്ല, ഇപ്പൊ നമ്മൾ അങ്ങനെ ഒടിയന്മാരില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമ്മളിനിപ്പോ കാണാൻ പോകുന്ന ഒരു ഒടിയൻ എന്ന് പറയുന്നത് ഹരീഷിന്റെ സ്ക്രിപ്റ്റിൽ കൂടെ കണ്ട ആ ഒടിയനാണ്. ഇതെന്താണ് ഒടിയൻ, ഈ ഒടിയൻ എന്താണ് ചെയ്തിരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. പലരും ഈ ഒടിയൻ എന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ എന്താണ് ഇവർ ചെയ്തതെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പൊ ഇതൊരു മിത്തെന്നോ അതല്ലെങ്കിൽ ഒരു മുത്തശ്ശി കഥ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്ന പോലെ സിനിമ ആയിരിക്കില്ല. അതിനേക്കാളൊക്കെ കുറെ കൂടെ ഒരു ആഴത്തിലുള്ള സിനിമയായിരിക്കും. അടുത്തത് ഇനിയിപ്പോ തീർച്ചയായും ഇപ്പൊ ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്ന ഒന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ വെളിയിൽ ഇപ്പോ ആൾക്കാർ വന്ന് കാത്തുനിന്ന് ഒരാളുടെ കൂടെ ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞ് അവിടെ ഇടിച്ചു നിൽക്കുന്നത് മലയാളത്തിന്റെ ചേച്ചിയാണ്, അനിയത്തിയാണ്, അമ്മയാണ്, മകളാണ്, എല്ലാമാണ്. തീർച്ചയായും മറ്റാരെ കുറിച്ചും അല്ല പറയുന്നത്, മഞ്ജു വാര്യരെ കുറിച്ചാണ്. മഞ്ജു ചേച്ചി, വെൽക്കം വൺസ് അഗൈൻ. അത് അമ്മയാണെന്ന് പറഞ്ഞതോടുകൂടി ഡയലോഗ് ഉറപ്പിച്ചു. പക്ഷേ ഞാൻ അമ്മയെന്ന് പറഞ്ഞത് സെറാബാനുലും കൂടി അങ്ങ് പിടിച്ചോട്ടോ, അവിടെ തീർച്ചയായും. പക്ഷേ ഇതിപ്പോ നമ്മൾ ആദ്യത്തെ റിലീസുകൾ തൊട്ട്, അതായത് ആദ്യത്തെ ഗാനത്തിന്റെ റിലീസ് തൊട്ട് അമ്പ്രാട്ടിയെ കുറിച്ചാണ് ഇപ്പൊ എല്ലാരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സംവിധായകനും പറയണം അതുപോലെ തന്നെ അമ്പ്രാട്ടിയും പറയണം. എന്താണ് കൊണ്ടുവരാന്ന് പറയുന്നത്? എന്റെ ചോദിച്ചാൽ എന്താ കൊണ്ടുവരാ ചോദിച്ചാൽ മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ സ്ത്രീകഥാപാത്രത്തിനെ കൊണ്ടുവരാന്ന് പറഞ്ഞത്. എങ്ങനെയായിരുന്നു മഞ്ജു ചേച്ചി ഇതിനകത്ത്? ഇത് ഒടിയൻ ആ ഒരു കൗണ്ട് ഡൗണിന്റെ ഒരു ഹരത്തിലാണ് ശരിക്കും എല്ലാവരും. എനിക്ക് തോന്നുന്നു ഇത്രയും വിശേഷണങ്ങളോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഇത്രയധികം എക്സ്പെക്ടേഷൻ, ഇത്രയധികം കാത്തിരിപ്പ് എനിക്ക് തോന്നുന്നില്ല ഒരു സിനിമയ്ക്കും വേണ്ടി. മലയാളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിലും തന്നെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കും മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി ഓഫ് ദ ഇയർ ആണ് ഒടിയൻ. അതെ, അപ്പൊ അതില് ഞാനും ആ സിനിമ കാണാൻ വേണ്ടി ഇത് കേട്ട് അവസാനം എനിക്കും ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് പ്രേക്ഷകരെക്കാട്ടിലും ഒരു ഇതിലാണ് ഇരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഒരു മലയാളി എന്നുള്ള നിലയിൽ, ഒരു സിനിമാ പ്രേക്ഷക എന്നുള്ള നിലയിൽ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരിൽ ഒരാൾ എന്നുള്ള നിലയിൽ അങ്ങനെ ഇത്ര ഭയങ്കര സിനിമയിൽ എനിക്കും ഒരു കഥാപാത്രമുണ്ട് എന്നുള്ളതും അത് ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളിൽ ഒന്നാണ് എന്ന് എനിക്ക് അഭിമാനപൂർവ്വം എവിടെയും എടുത്തു പറയാവുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് എന്നുള്ളതും അത് എൻ്റെ ഒരു പേഴ്സണൽ ഒരു സന്തോഷം, ഒരു വലിയൊരു അഭിമാനം
ആണ്. ഇതിന് ഞാൻ പ്രഭയാണ്. പ്രഭ. അമ്പ്രാട്ടി അമ്പ്രാട്ടിയാണ്. എന്നുള്ളൊരു ആ പേര് എല്ലാവർക്കും വലിയ ഇഷ്ടമായിട്ടുണ്ട്. അതിന് ഹരിയേട്ടൻ ആണ് അതിന്റെ ക്രെഡിറ്റ്. അപ്പോ അത് ഞാനും വലിയ അതിന് കൂടുതൽ പറയാനുള്ള ഒരു അനുവാദം എനിക്കില്ല എന്നുള്ളത് ഇവിടെ സംവിധായകന്റെയും അമ്പ്രാട്ടിയാണ്. പാലക്കാട് ഭാഗത്ത് അല്ലെ അമ്പ്രാട്ടി എന്നാണ്. അമ്പ്രാട്ടിയാണ്. മാണിക്യൻ വിളിക്കുന്നത് അമ്പ്രാട്ടി എന്നാണ്. ഇവര് തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതിന് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അത് അതിന്റെ ഒരു രസം അങ്ങനെ നിക്കട്ടെ. എന്തായാലും എല്ലാവരും ഇത്രയും കാത്തിരുന്നില്ല, ഇനി 6 വരെ കാക്കാം. സിദ്ദിഖ ലാലേട്ടനാണെങ്കിൽ പെട്ടെന്ന് വന്നോളം പറയും, ഞങ്ങൾ കാത്തിരിക്കാം. മാത്രല്ല ഇപ്പൊ ഫേസ്ബുക്കിൽ ലൈവ് കണ്ടോണ്ടിരിക്കുന്നവരായിരിക്കും, അയ്യോ മഞ്ജു ചേച്ചി പൂ വെച്ചിരിക്കണ ശരിയായില്ലല്ലോ, അത് കുറച്ച് അകത്തേക്ക് ആയി പോയല്ലോ, അതെന്താണ് സംഭവം കൂടെ നമുക്കൊന്ന് പറയാം. തീർച്ചയായും അതെ. അതായത് ഇപ്പൊ ആക്ഷൻ റോളുകൾ ചെയ്തു തുടങ്ങിയത് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് കേൾക്കുന്നു. ആക്ഷൻ സ്റ്റാർസിന് ഇതൊന്നും വലിയ വിഷയമല്ലാത്തത്. അതെ, ഇതൊക്കെ എന്ത് അങ്ങനെ ഒരു സ്റ്റണ്ടില് ഒരു ഇടയിൽ സംഭവിച്ചതാണ് ഒരു. പക്ഷെ അതൊന്നും തടസ്സമായില്ല ഒടിയന്റെ ഈ ഗ്ലോബൽ ലോഞ്ചിന് എത്താനായി. ഇന്ന് വൈകുന്നേരം ഫെസ്റ്റിവൽ സിറ്റിയിൽ നടക്കുന്ന ഗ്ലോബൽ ലോഞ്ചില് എല്ലാവരും തന്നെ എത്തുന്നുണ്ട്. ലാലേട്ടനും എത്തുന്നുണ്ട് അവിടെ. തീർച്ചയായും ഒടിയന്റെ ഈ ഒരു ഗ്ലോബൽ ലോഞ്ചിൽ ഇന്ന് നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഇതുവരെയും കാണാത്തത്, കാരണം അവിടെ വരുന്ന ഓഡിയൻസ് ആയിരിക്കും എക്സ്ക്ലൂസീവ് ആയിട്ട് ആദ്യമായി ഒരു കാര്യം കാണാൻ പോകുന്നത്. എന്താണത് എന്നുള്ളത് സംവിധായകന്റെ വായിൽ നിന്ന് തന്നെ അറിയട്ടെ. അതായത് നമ്മൾ ഈ പടത്തിലെ ഫസ്റ്റ് എക്സൈറ്റ്മെന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ ആദ്യത്തെ ഒരു പോസ്റ്റർ ആണല്ലോ, കോൺസെപ്റ്റ് പോസ്റ്റർ. തീർച്ചയായും ആ കോൺസെപ്റ്റ് പോസ്റ്റർ പുറത്തു വിട്ടപ്പോ ഫസ്റ്റ് ചർച്ചയായത് ലാലേട്ടൻ ഇങ്ങനെ ആവുമോ, മെലിയോ മെലിയോ മൊത്തം ഒരു യങ് ലുക്ക് വരും. കാരണം നമ്മളൊക്കെ ലാലേട്ടനെ ബോയ് നെക്സ്റ്റ് ഡോർ ആയിട്ട് സ്നേഹിച്ചിരുന്ന ആ ഒരു സമയത്തുള്ള ഒരു കൗതുകം, ഒരു കുട്ടിത്തം, ഒരു കുസൃതി, അതൊക്കെ നിറഞ്ഞൊരു ലാലേട്ടനായിരുന്നല്ലോ ആ കോൺസെപ്റ്റ് പോസ്റ്റർ. ഇതുപോലെ ആവുമോ എന്നായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി വലിയ ഡിബേറ്റ് നടന്നു. ആവും, ആവില്ല, പിന്നെ ആവോ നോക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അത് ലാലേട്ടനൊരു കഠിനമായ പ്രവർത്തനത്തിലൂടെ, ഒരു ആത്മസമർപ്പണത്തിലൂടെ ലാലേട്ടൻ അത് അച്ചീവ് ചെയ്തു. ആ അച്ചീവ് ചെയ്ത ലാലേട്ടൻ അതിന് ശേഷം 2 സിനിമകളിൽ അഭിനയിച്ചു, ഒടിയൻ വരുന്നതിന് മുമ്പ്. അപ്പോ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്, നിങ്ങളൊക്കെ കാണാൻ കൊതിച്ച, നമ്മളൊക്കെ കാണാൻ വളരെ ഇഷ്ടപ്പെടുന്ന, അങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ ആ സമയത്ത് ഉണ്ട് കവളിലിങ്ങനെ കൊഞ്ചിക്കാൻ തോന്നുന്നു. അങ്ങനെ കൊഞ്ചിക്കാൻ തോന്നുന്ന ഒരു ലാലേട്ടനെ നിങ്ങൾക്ക് ഇന്ന് മുതൽ കാണാം, ഇന്ന് ആ വേദിയിൽ കാണാം. അതെ, അതായത് ഇതുവരെയും ആരും കണ്ടിട്ടില്ലാത്ത, നമ്മളെല്ലാം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ലാലേട്ടനെ നമുക്കിന്ന് വേദിയിൽ കണ്ടു തുടങ്ങാം. 1. പിന്നെ 2, ഈ പടത്തില് വളരെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ആക്ഷൻ സിനിമ എന്നുള്ള ഒരു ജോണറിൽ പ്രതീക്ഷിക്കുന്ന ഈ സിനിമയിൽ ഇതിന്റെ വേറൊരു ഡിഫറെന്റ് മൊമെന്റ് ആണ് ഇന്നത്തെ നമ്മൾ കാണാൻ പോകുന്നത്. കാരണം വെച്ചാൽ ദിസ് ഇസ് വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റോറിയാണത്. ഇത് ഇന്ന് കാണാൻ പോകുന്ന പാട്ടിൽ മഞ്ജുവിന്റെ അനിയത്തിയായി അഭിനയിക്കുന്ന സന അൽത്താഫും ലാലേട്ടനും കൂടിയുള്ള ഒരു സോങ് ആണ് നമ്മൾ പുറത്തു തുടങ്ങുന്നത്. അതുപോലെ ഇതിൽ മഞ്ജുവിനെ പറ്റി പറയുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്, പഴയ മഞ്ജുവിനെ കണ്ടില്ലല്ലോ, പഴയ മഞ്ജുവിനെ എവിടെ കാണാൻ പറ്റില്ല, പഴയ മഞ്ജു എവിടെയൊക്കെ നഷ്ടപ്പെട്ടല്ലോ, പഴയ മഞ്ജുവിനെ എപ്പോഴാണ് കിട്ടുക എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ഞാനേ കേട്ടിട്ടുണ്ട്. കാരണം മഞ്ജുവിനെ വെച്ച് ഒരുപാട് പരസ്യങ്ങൾ ഞാനാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അന്ന് മുതലും ഈ സിനിമ തുടങ്ങിയപ്പോഴും അപ്പൊ നമ്മൾ പറയുന്നത് വെച്ചാൽ പഴയ മഞ്ജു എന്ന് അവർ ഉദ്ദേശിക്കുന്നത് എന്താ പറയാ, പത്രത്തിലും കണ്ടാലിങ്ങനെ ഞാൻ നർസിൻ രാവിലെ പറഞ്ഞതുപോലെ കണ്ടില് കനലും വായിൽ തീപ്പൊരിയായിട്ട് വരുന്ന മഞ്ജു, അങ്ങനത്തെ ഒരു മഞ്ജുവിനെയാണ് കേരളക്കാരെ അന്വേഷിക്കുന്നെങ്കിൽ ആ മഞ്ജുവിനെ ഈ സിനിമയിൽ കാണാം. അതേപോലെ നമ്മുടെ പഴയ നമ്മുടെ ഒരു ക്യൂട്ട്നെസ് ഉള്ള മഞ്ജു, അത് ഇന്ന് കാണാം. അതിപ്പോഴുണ്ട്, അത് ഇന്ന് കാണാം. അല്ല, അന്ന് തുടങ്ങിയതായി. നമ്മൾ അംഗീകരിക്കാൻ തയ്യാറില്ല. അപ്പൊ കളഞ്ഞു പോയത് എന്തൊക്കെ നമുക്ക് തിരിച്ചു. ഇന്ന് നമ്മളെ ഒരു ഗൃഹാതുരത്തിന്റെ ദിവസമാണ്. ഇന്ന് നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് പഴയ നമ്മൾ 6-ാം തമ്പുരാനിലോ അതിനുശേഷം കണ്ടപോലെ ക്യൂട്ട് മഞ്ജുവും വളരെ നമ്മളൊക്കെ വളരെ ഓമനിക്കാൻ കൊതിക്കുന്ന ഒരു മോഹൻലാലിനെയും ഇന്ന് മലയാളക്കരയ്ക്ക് തിരിച്ചു കിട്ടാൻ പോകുന്ന ദിവസമാണ്. ഇന്ന് ആ വേദിയിലായിരിക്കും അതിന്റെ ഒരു അൺവീലിംഗ് നടക്കുക. ഒരുപക്ഷെ ഇതുവരെയും മലയാളത്തിൽ ആരും കണ്ടിട്ടില്ലാത്തത് അവിടെ ആ വേദിയിലെത്തുന്ന ആൾക്കാർക്ക് മാത്രം കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം മാത്രമേ ലോകം അത് കാണുള്ളൂ. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും എത്തുക. ഫെസ്റ്റിവൽ സിറ്റിയിലാണ് നടക്കുന്നത്. തീർച്ചയായും അവിടെ എത്തുമ്പോൾ നമ്മളോടൊപ്പം വേറൊരാളും കൂടിയുണ്ട്. ലാലേട്ടൻ നമുക്കറിയാം, ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിദ്ദിഖ പറഞ്ഞതുപോലെ തന്നെ ഈ അയത്ന ലളിതം എന്നാണ് ആൾക്കാർ പറയുക. അതായത് ഈസി ആയിട്ടാണ് കാര്യങ്ങൾ. ഈ ഒരു പഞ്ചടിക്കുമ്പോഴും നമുക്കറിയാം അത് വളരെ ഈസി ആയിട്ട് മലയാളം ചെയ്യണം, ആ ഫീലാണ് കിട്ടുന്നത്. പക്ഷെ അതിനെ ഇനിയും കൂടുതൽ ചെയ്യിക്കാം എന്ന് നമ്മളെ
പുലി മുരുകനിലൂടെ കാണിച്ചു തന്ന, നേരത്തെ സിദ്ദിഖ പറഞ്ഞു തന്നെ നമ്മൾ മനസ്സിലാക്കി, രാവണ പ്രഭുവിലൂടെ കാണിച്ചു തന്ന the one and only Peter. Welcome to the show. So when you work with Lalaton, how is it different from any other star that you work with? First of all, I would say that I'm a very lucky person to work. Like, as you know, Lal sir is a legendary actor. It's just everyone knows that. And how luckily for me to work with Lal sir is God blessing me in that point, which is, I humbly say that words. But if you say, like, I don't know what to say. I'm getting what I want in the movie. As Peter Heng, I'm a very stubborn guy, and no one can tame me during the spot. Because I'm very strict enough. I will give testimony for that. Because I get into the character. Okay. And I do my best for that. Because after working Puli Murugan, I don't know what will be my next films. And there are many Malayalam industry they called up and they said, "Sir, you have broke the record and you made history in Malayalam industry for the first time." Because and I'm very lucky because if you say in Tamil, I was the first one who broke the records in 100 crores box office. Wow. Same thing in Telugu. I was the first person who broke 100 crores. So you're quite lucky for directors in that way, right? Even in Hindi also. Oh, wow. I got for Gejini and that is 100 crores. So no one expect that Malayalam will come up with such thing, and it just worked. Wow. And that was a miracle because it is not because of the thing that we've done, but we worked very hard for that. We didn't expect that it'll come, but because of Lal sir, like we knocked those things off, and with all our hard works and with working with tigers and all. But after that, many films came out, but I didn't commit. Suddenly, director came. And I said, "Peter, I want to meet you." And so we met somewhere in Bombay, then we met in Chennai, and we met in Goa. He had to chase you all of those places there. It's true because I don't know how he had a very confidence on the script, and he wanted me to do that. But I was very busy working because I work 8 films in a flow, and every year and every day I'm working. Excellent. So maybe one day my wife will divorce me for that because I love my Not job. everybody is lucky. But when I heard the story of Odeon, I said, "Are you serious?" And he said, "Yeah, we're coming." I said, "But it's not an ordinary film which we are thinking." Then after that, we had a discussion, a couple of discussions, and the director was like, then suddenly Anthony sir came, and the DOP, and we all had a meeting in Hyderabad. And I told one thing, this film is not that easy for us to do because it's we should not play the fool with this. It's not an ordinary film. Absolutely. Yeah. The reasons why I took it serious because the day one that the director narrated me the story, I had a very strong confidence how I felt that day, and today it's so virally it's going. But that day it was just an opening, that we are doing the film. But I know that how it's going to come because it's very difficult. People say that Peter Heng has a sixth sense in the industry. Everybody says that. Peter Heng has a sixth sense, and whatever he says, it will work. But what to me, it's not a sixth sense. It's a common sense. You know that if you do this in a right time, right way, then it works. But you do a lot of things, but in wrong timing, nothing works. But if you want to do this Odeon, it is very difficult, not for me or the directors or the DOP. It's for Lal sir. And I had a confidence one day because Anthony sir gave me a boost. He provoked me. Directors all the time pushing me, like, this is how we need to come. The only thing is, I told very simple, "Sir, we do action sequence no matter how great artist is. We do fight action no matter, how much ever you want to do, you can do as a normal human being. But this film, Lal sir cannot do such thing. He has to get himself and transform into a bull and transform into, and how he's going to do that as a human being, when the bull that it runs, I can't compose that. Lal sir has to come out.
So it is totally different for me, and it's a very challenging, more than Puli Murugan, because Puli Murugan, tiger is a tiger, Lal Sir is a Lal Sir. But in this, Lal Sir should be a bull. And how is he going to knock this off? This is something that we all are waiting for. The whole of the Malayali audience all around the world is waiting to see this transformation, because we all know that this is something that is going to be the key highlight of this movie. Yeah. So we are all waiting with bated breath. But to see how it's gonna happen. I took this very seriously because I was working for Bahubali, and at every film we are just talking about this Odeon. Every film, even recently also, I just did a few days back with Rajni sir's film. Oh, okay. That is Peta. Oh. And we have been talking about this Odeon. How going to, and I went to UK and I went to Dubai last time I came here, and all the fans have been talking about this Odeon, and it became a prestige for me. Let's take a quote directly from Peter Hain. We came to know that Rajnikanth is right now discussing the release of Odeon. It is very recent. I just doing this Mother Raja, that is Mammootty. but all the fans are coming down. So what we are waiting for Odeon, sir. And every day in my hotel, trust me, I feel so embarrassed that the whole, the launch in Marriott in Cochin, at Lulu Mall, every day there are 30 to 40 people coming. For 25 days I was working there, and these people are coming and they are just talking about Odeon, and it is so, I don't know how much others get to it, to know that. But for me personally, I was like, the more these guys comes, the more I'm getting afraid, I don't know what. But This is I did something my that, best. I mean, we should go back to the director here right now. ഈ പറഞ്ഞ ഒരു കൺവിക്ഷൻ ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ ഏറ്റവും മച്ച് അവൈറ്റഡ് പടമായൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ആന്റണി ചേട്ടൻ്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യം കൂടിയാണ്. കാരണം ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാലേട്ടൻ എങ്ങനെയാണോ അങ്ങനെയാണ് ലാലേട്ടന് ഇഷ്ടം. അപ്പൊ ലാലേട്ടനെ ട്രാൻസ്ഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാലേട്ടന്റെ ഏറ്റവും വലിയ ഫാനാണല്ലോ ലാലേട്ടന്റെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ ഇപ്പോ. അപ്പൊ അതുകൊണ്ട് പുള്ളി പോലും അതിന്റെ ആവശ്യം എന്താ എന്നുള്ളതാണ് ചോദിക്കുക. എന്താ ലാലേട്ടൻ കൺവിൻസ്ഡ് ആവുക ഇങ്ങനെ ഒരു മാറ്റത്തിന്, അത് എന്ന് പറയുന്നത് അപ്പൊ ഒരു പക്ഷേ ശ്രീമാറേട്ടനും ലാലേട്ടനും തമ്മിലുള്ള അടുപ്പം എന്തായിരുന്നാലും മനസ്സിലാക്കണം. പക്ഷെ ഒരു ആദ്യ സംവിധായകന് വേണ്ടി അത് ചെയ്യാൻ തയ്യാറാവുക എന്ന് പറയുന്നത് അതെങ്ങനെയാണ്? ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. അത് മൈക്കിൽ പറയണം. അതൊരു ഭയങ്കര രസമുള്ള സംഭവമാണ്. കാരണം ഇതിലെവിടെ വെച്ചാൽ ഇത് ആന്റണിയുടെ പ്രശ്നം എന്താ വെച്ചാൽ, ആന്റണി എപ്പോൾ നിർമ്മാതാവാവും എപ്പോൾ ലാലേട്ടന്റെ ഫാനാവും എന്ന് പറയാൻ പറ്റില്ല. 100% മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ലാലേട്ടന്റെ ഫാനാവും. മനസ്സിലായി? കാരണം ലാലേട്ടനെ വെച്ച് ലാലേട്ടനെ ഒരു റിസ്കിലേക്ക് തള്ളിയിടാൻ ആന്റണിക്ക് തീരെ താല്പര്യമില്ല. ഒരു പക്ഷേ എന്നോട് ഏറ്റവും കൂടുതൽ ദേഷ്യവും വൈരാഗ്യമൊക്കെ തോന്നിയ സമയങ്ങളായിരിക്കാം അത്. കാരണം എന്നോട് ചില കാര്യങ്ങൾ ദിവസങ്ങൾ സംസാരിക്കാതിരിക്കുക. കാരണം ഞാൻ ലാലേട്ടന് ഈ കോൺസെപ്റ്റ് പോസ്റ്റർ കൊടുത്ത ശേഷം ഞാൻ ലാലേട്ടനോട് പറഞ്ഞു, ലാലേട്ട ഇങ്ങനെ ആയാലേ അതിൻ്റെ കാരണം നമുക്കതിന്, ബിക്കോസ് ലൈക്ക് പീറ്റർ വാസ് trying to compose certain sequences where he runs on 4 legs and we are treating Odeon not as a mythological or mythical character, but he is an athlete who is trained to do certain things. അവർ പരമ്പരാഗതമായിട്ട് അവർക്ക് കിട്ടിയ ഒരു കഴിവിനെ അതിനെ ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കുന്ന ഒരു ഒടിയനാണ് ലാലേട്ടൻ. അപ്പൊ അതിൽ കൺവിൻസ് ആവാൻ ലാലേട്ടൻ അങ്ങനത്തെ ആവണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചോദിച്ചാൽ, ലാലേട്ടൻ പല സിനിമകളിലും വില്ലനുള്ള സിനിമകളൊക്കെ ലാലേട്ടൻ 2 കാലഘട്ടം ചെയ്യുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ നരച്ച താടി എടുത്ത് മീശ വെച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണം ലാലേട്ടൻ 35 വയസ്സാണ്. മനസ്സിലാവും? ഞങ്ങൾ ലാലേട്ടൻ ഇതാണ് അതിന്റെ വിഷയം. അപ്പൊ ലാലേട്ടൻ പക്ഷേ ഈ സ്ക്രിപ്റ്റ് വായിച്ചു, ഹരിയേട്ടൻ ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ലാലേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ട് ലാലേട്ടൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ലാലേട്ടൻ ചമരം പടിഞ്ഞിരുന്നുകൊണ്ട് ഇങ്ങനെ കൈവിരലുകൾ വെച്ചിരിക്കുകയാണ്. അപ്പം തന്നെ ആ ലാലേട്ടൻ്റെ കൈവിരലുകളുടെ ചലനങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ഹരിയേട്ടൻ വായിക്കുകയാണ്. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ലാലേട്ടൻ ഒടിയനിലേക്ക് പരകായ പ്രവേശം നടത്തി കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ വെച്ചൊരു കോൺഫിഡൻസ്, അത് ഈ കോൺസെപ്റ്റ് പോസ്റ്റ് ലാലേട്ടൻ ആദ്യം കാണിച്ചു കൊടുത്തു. ലാലേട്ടൻ ഇതാണ് നമ്മൾ ആദ്യം വിടാൻ പോകുന്നത്, ഇതൊരു ചാലഞ്ചിങ് വിഷയമാണ് എന്ന് പറയുന്ന സമയത്ത് ലാലേട്ടൻ വാസ് മോർ ദാൻ ഹാപ്പി. എനിക്കറിയില്ല, ഞാനാണോ ചിലപ്പോൾ ആരും ചോദിച്ചിട്ടില്ലയോ ഇതിനു മുമ്പ് ഇങ്ങനെ ആവാൻ പറ്റുമോ, അതുകൊണ്ടാണോ ലാലേട്ടൻ ചെയ്യാത്തത് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, ലാലേട്ടൻ സമ്മതിച്ചു. അതിനുശേഷം ആ ഒരു പ്രോസസ്സ് എന്താണെന്ന് അറിയാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ലാലേട്ടൻ ആ പ്രോസസ്സിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു റെജീമുണ്ട്, ആ റെജീം ഇത്ര സമയമെടുക്കും, അത് ഇത്ര പെയിൻഫുള്ളാണ്, ഇത്രമാത്രം അതിന് സമർപ്പണം വേണം എന്ന് പറയുന്നതിന് ലാലേട്ടൻ ഡിസിഷൻ എടുക്കാൻ 1 ദിവസമാണ് സമയമെടുത്തത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ലാലേട്ടൻ ആ ഡിസിഷൻ എടുത്തിട്ട് ഞാൻ ലാലേട്ടനും കൂടി ഡിസിഷൻ എടുക്കുന്നു. അത് ആന്റണി ആ സമയത്ത് അറിയാം, ആന്റണിയും കൂടെ അപ്രൂവൽ കിട്ടിയിട്ടേ ലാലേട്ടൻ എടുക്കുള്ളൂ. അതിനുശേഷം എനിക്ക് സുജി ചേച്ചിയോട് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സുജി, നാളെ ബാംഗ്ലൂർ വരൂ, ഞാൻ അവിടെ പോയിട്ട് ഈ ക്യാമ്പിൽ ചേരാൻ പോവാണ്.
എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒടിയനെ ലോകം മുഴുവൻ കാത്തിരിക്കുന്നത് എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ പോലെ ഇതിലൊക്കെ ഒരു ചില ഭാഗ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ചില എന്താ പറയുക ഒരു പ്രാർത്ഥനയുടെയോ നിമിത്തമൊക്കെ ഉണ്ടാവാം. പക്ഷേ ലാലേട്ടൻ അതിന് സംഭവിച്ചു. അതിനുശേഷം ലാലേട്ടൻ ഒരു 35 ദിവസം എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയത് 90 days ആവുന്നു. അതിനുശേഷം ഒരു 30 days റിക്കവറി പീരീഡ് ആവുന്നു. ആ സമയത്തൊക്കെ ഞാൻ വളരെ വളരെ ആശങ്കയോട് കൂടിയിട്ട് നിർമ്മാതാവിൻ്റെയൊക്കെ കുപ്പായം ദൂരെ വലിച്ചെറിഞ്ഞിട്ട് ഒരു ടിപ്പിക്കൽ ലാലേട്ടൻ ഫാനായി എന്നെ ഒരു നോട്ടം കൊണ്ട് ദഹിപ്പിക്കുന്ന ആന്റണി പെരുമ്പാവൂരിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴായി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു മാജിക്കാണ്. അത് ഞാൻ എൻ്റെ സംഭവങ്ങളെന്ന് പറയുന്നത് നമ്മളെ ലാലേട്ടൻ ഒരു പോയിന്റിൽ വെച്ച് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ആ സാധനം. എന്നെ വിശ്വസിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ലാലേട്ടൻ ഹരിയേട്ടനൊക്കെ എഴുതി വെച്ച ക്യാരക്ടറിനെ വിശ്വസിക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധനം ഞാൻ പറയുന്നു. ഇപ്പോൾ 6th സെൻസിന്റെ കാര്യം പറയുന്നത് ലാലേട്ടൻ അത് വല്ലാതെ ഉള്ള ഒരാളാണ്. ലാലേട്ടൻ ഒരു സാധാരണ ഒരു മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ലാലേട്ടന് വളരെ ദീർഘമായി ചിന്തിക്കാനും ദീർഘമായിട്ട് കാണാനും കുറച്ച് ദൂരക്കാഴ്ച ചെയ്യാനുള്ള കഴിവുള്ള ഒരു പ്രത്യേക ജന്മമാണ് ലാലേട്ടൻ. അതുകൊണ്ട് ലാലേട്ടൻ ഇതെല്ലാം മുന്നിൽ കാണുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് വാട്ട് യു ആർ ഗോയിങ് ടു സീ ഇൻ ദി സ്ക്രീൻ ഈസ് എ മാജിക്, പ്യുവർ മാജിക്. And you will appreciate and you will applaud the commitment of a man, who has never done like this in entire Indian cinema history. Hold it. ഇനി ഏറ്റവും വലിയ ഫാനിനോടുള്ള ചോദ്യം ആണോ? അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണ്. അല്ല, അതിന് കാര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്കിപ്പോഴും അത് ഇപ്പൊ സിദ്ദിഖ മറ്റേ ഇതിനകത്ത് ചെയ്തെന്ന് പറയില്ല. അപ്പൊ അതായത് ഷാജോൺ ദൃശ്യത്തില് ലാലേട്ടനെ അടിക്കുന്നുണ്ടല്ലോ, സിദ്ദിഖയുടെ മകനെ കണ്ടെത്താനായിട്ടുള്ള ഒരു സീനാണ്. അപ്പോൾ നമ്മുടെ അതായത് ഒപ്പം എന്ന് പറയുന്ന സിനിമ നടക്കുമ്പോൾ പ്രിയദർശനോട് അതിന്റെ പ്രൊഡ്യൂസർ ചെന്ന് പറയാണ്, വേറെ ഒന്നും വേണ്ട, എന്തായാലും ഇതിനകത്ത് ഷാജോണിനെ കാസ്റ്റ് ചെയ്യണം വരുന്നല്ലോ, ലാലേട്ടൻ ഷാജോണിനെ അടിക്കണം. എന്ന് വെച്ചാൽ അത് 2 കഥാപാത്രമാണ് ആ സിനിമയിൽ. അതിന്റെ ഒരു ആവശ്യമില്ല. അപ്പൊ മാത്രമല്ല കണ്ണൂടാത്തതാണ്, അതൊന്നും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് അടിക്കണം, അതേ ഉള്ളൂ. ഇതാണ് പ്രൊഡ്യൂസറും ഫാനും ഒന്നിച്ചു വരുന്നതിന്റെ ഒരു സംഭവം. അത് മലയാളി ആഗ്രഹിച്ചത് തന്നെയാണ്, വിഭാഗം ആഗ്രഹിച്ച കാര്യം തന്നെയാണ് അതിൽ ചെയ്തത്. ശരിക്കും ഈ ഒടിയൻ എന്ന് പറയുന്ന ശ്രീകുമാരൻ പറഞ്ഞ പോലെ അതിന്റെ ആ കഥയിലേക്ക് ലാൽ സാർ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ വേഷത്തിന് വേണ്ടിയിട്ട് ഇത്രയും ദിവസം വേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ലാൽ സാറിൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു ഗെറ്റപ്പിലേക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വളരെയധികം സംസാരിച്ചതാണ്. അപ്പോൾ ലാൽ സാർ തന്നെയാണ് പറഞ്ഞത്, അങ്ങനെയല്ല, നമ്മൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അങ്ങനെ ഒരു സിനിമ ചെയ്താൽ നമ്മൾ അതുപോലെ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞ ലാൽ സാറിന്റെ തന്നെ ഒരു താല്പര്യത്തിലാണ് ശരിക്കും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് അവിടേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അതാണ് പറഞ്ഞത്. നമുക്കൊരു ആസ് എ ഫാൻ ആനണി ചേട്ടനും അറിയാവുന്നതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്നവരെല്ലാവരും ഈ സ്റ്റുഡിയോയിൽ ചുറ്റും അവിടെ വെളിയിൽ കാത്തു നിൽക്കുന്നവരും എല്ലാവരും മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അത് ജീവശ്വാസമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള മോഹൻലാലിന്റെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലാലേട്ടൻ ഒരു മാറ്റവും വേണ്ട. ആ മീശ ഒന്ന് പോകുമ്പോ തന്നെ നമുക്ക് വിഷമമാണ്, മനസ്സിലായില്ലേ? നമുക്ക് വിഷമമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിലേക്ക് ലാലേട്ടനെ ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷനിൽ കൊടുക്കാമെന്നുള്ള തീരുമാനം അതെങ്ങനെയാണ്? അല്ല, ആ തീരുമാനം ശരിക്കും എന്റെ അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ തീരുമാനത്തിന്റെ പുറകിൽ എതിരായിരുന്നു. പിന്നീട് നമ്മൾ അത് മോഹൻലാൽ സാർ സംസാരിച്ച് സമ്മതിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് എത്തിപ്പെടുകയാണ്. ലാൽ സാർ സിനിമയിൽ ഭ്രമരം എന്നൊക്കെ പറഞ്ഞ സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ദൂരെ നിന്ന് സംസാരിക്കാൻ വേണ്ടി അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആ സീൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെ സംസാരിക്കാൻ പറ്റാതെ നമ്മൾ മാറി നിന്ന് ഇങ്ങോട്ട് പോരും. നമ്മൾ പോകുന്ന കാര്യം സംസാരിക്കാൻ പറ്റാത്ത പോലെ. ശരിക്കും അത് കഴിഞ്ഞ് ആ സീൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ലാൽ സാർ പഴയ ആൾ തന്നെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് എന്തും സംസാരിക്കാം. അപ്പം നമുക്കത് പറ്റാത്ത പോലെ തോന്നും സംസാരിക്കാം. കാര്യം ആ ക്യാരക്ടറായി മാറിയിരിക്കുന്ന പോലെ. അതുപോലെ ഒരുപാട് സാഹചര്യങ്ങളിൽ ലാൽ സാർ വന്നിട്ടുണ്ട് പല സിനിമകളിലും. ഈ പടം ചെയ്യുന്ന സമയത്ത് ശരിക്കും ഇത് ശ്രീകുമാറിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നതിനകത്തേക്ക് എല്ലാവരെയും എത്തിക്കുകയാണ് ചെയ്തത്. ശരിക്കും അത് ലാൽ സാർ പെട്ടെന്ന് അത് സമ്മതിച്ചു എന്നുള്ളതിനകത്ത് എനിക്കിപ്പോഴും സഹോദര ഒരു കാര്യം ഓർമ്മയുണ്ട്. ഈ ട്രെയിനിങ് ക്യാമ്പിൽ വെച്ചിട്ട് ഒരു ദിവസം ലാലേട്ടൻ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആന്റണി ഭയങ്കര ആശങ്കയുടെ ഇതിലെത്തി. അപ്പൊ എന്നോട് ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, എന്ത് ധൈര്യത്തിൽ ഇതാരുടെ മുഖത്താണ് കൈവച്ച് അല്ലെങ്കിൽ ആരുടെ ദേഹത്താണ് കൈവച്ചത് എന്നറിയുമോ? എന്താ നമുക്കിതിൽ ചെയ്യേണ്ടത്? ലാൽ സാർ നമ്മുടെ പഴയ ലാൽ സാർ ആയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എന്റെ മറുപടി എന്തായിരുന്നു എന്ന് പറയുവാൻ. അദ്ദേഹത്തിന് അത് വിശ്വാസമുണ്ടായിരുന്നു. അത് വളരെ സന്തോഷം. അല്ല, ഞാൻ പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യുന്നു.
അല്ലാതെ കേരളത്തിൽ ജനങ്ങൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കില്ലല്ലോ. അല്ല, ലാൽ സാറ് ഒരു അർപ്പണം നടത്തുന്ന ഒരാളാണ് ശരിക്കും. അതിന്റെ അതൊരു ഭാഗ്യമാണ്. അങ്ങനെ ചിന്തിക്കുന്നത് നല്ലതാണ്. അങ്ങനെയുള്ള അതുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഉണ്ടാകുന്നത്. ഈ സിനിമ ശരിക്കും നമ്മൾ എത്രയോ സിനിമകൾ എടുത്തിട്ടുണ്ട്. ലാൽ സാർ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷെ ലോകമെമ്പാടുമുള്ള 35ഓളം രാജ്യങ്ങളിൽ ഉള്ള മലയാളികൾ ഈ സിനിമയ്ക്ക് വെയിറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഒരു ചരിത്രത്തിന്റെ ഒരു തുടക്ക ഭാഗമാണ്. അതായത് ഫാൻ ഷോകളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന സിനിമ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് ആണെങ്കിലും ഇതുമൊക്കെ സാധാരണ ഒരു സിനിമയ്ക്ക് പോരാ. സാധാരണ സിനിമയുടെ ഒരു സംഭവം പോരാ. കാരണം അത്രയധികം മലയാളി എന്നല്ല ലോക സിനിമ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒരെണ്ണമായി മാറിയിരിക്കുകയാണ്. അത് ഇപ്പോ ശരിക്കും പറഞ്ഞാൽ വേൾഡ് വൈഡ് ഫിലിംസ് ഈ സിനിമയിൽ നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾക്കുണ്ടായതും അത് വലിയൊരു നല്ല കാര്യമായിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. കാരണം നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ ചിന്തിക്കുന്ന ഗ്രൂപ്പിന്റെ കൂടെ നമ്മൾ പോകുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ അത് ഒരു വലിയ കാര്യമാണ്. ആ ഒരു അസോസിയേഷനോട് വലിയൊരു സന്തോഷമുണ്ട്. അതുപോലെ ഈ സിനിമയിൽ പീറ്റർ ഹൈൻ എനിക്ക് എടുത്തു പറയേണ്ട ഒരാളാണ്. കാരണം ഞങ്ങൾ ഒരുപാട് വർഷത്തെ ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ പീറ്റർ ഈ കഥ കേട്ടതിന് ശേഷം പോയി ആലോചിച്ച് തിരിച്ച് വന്നിട്ട് ഇത് ഓരോന്ന് പറയുന്ന സമയത്ത് ഇത്രയും സ്റ്റഡി ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് വലിയ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു ആക്ഷൻ പറഞ്ഞു കൊടുക്കുന്ന പോലെയല്ല. അപ്പോൾ നമ്മളൊരു സാധാരണ ഒരു ആക്ഷൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നമ്മളോട് സ്നേഹം കൊണ്ട് ചിലപ്പോൾ ഒന്ന് ചെയ്യുമായിരിക്കും. പക്ഷെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഒരു സന്തോഷത്തോടെ വരുന്ന ഒരാളാണ്. അപ്പൊ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഹരിയേട്ടനെ കുറിച്ചാണ്. മഞ്ജു, സിദ്ദിഖേട്ടനൊക്കെ പിന്നെ ഞങ്ങളുടെ ഒരു നിങ്ങളുടെ ടീമാണല്ലോ. എനിക്ക് പീറ്ററിന്റെ ആക്ഷനെ പറ്റി പറയുമ്പോൾ the way Peter has composed this action sequence in the climax, I would say without any doubt, I'm telling you, this is one of the most stunning climaxes Indian cinema has ever seen. Wow. I can very proudly say, because I have seen the final edit and I have seen how difficult it was to compose, and I have seen the kind of commitment Peter was showing. We have shot the climax for 33 days. And plus 3 days of patch shoots. That 36 days we shot. And after Sholay, this is the longest climax in Indian cinema. And the way it is being composed and the way it is being picturized is mind-blowing. Okay, because there were certain occasions where I had to have a difference of opinion with Peter. But Peter surprised me, and Peter actually amused me by the kind of visualization Peter has. We come with a certain set of visualization, but the kind of level in which he was seeing it was completely different. And you should see this film just for the climax, because that is the way it's being done. And I would say Peter is going to be in Vigyan Bhavan this year to pick up his second national award for ഇവിടെ ഇതിലല്ല ഞാൻ പറയുന്നത് വെച്ചാൽ ഒടിയൻ എന്ന് പറയുന്ന സിനിമ നമ്മൾ ചിന്തിക്കുന്നത് നാഷണൽ അവാർഡിന് മുകളിലാണ്. ഫ്രം ദി നാഷണൽ സ്റ്റാൻഡേർഡ്. ഇപ്പൊ സിദ്ദിഖേട്ടനെ പറ്റി പറഞ്ഞു, ഞാൻ അതിൽ പറഞ്ഞില്ല. സിദ്ദിഖേട്ടന്റെ കഥാപാത്രം സിദ്ദിഖേട്ടൻ വളരെ ഇതായിട്ട് പറഞ്ഞു. പക്ഷെ സിദ്ദിഖേട്ടനും ലാലേട്ടനും നമ്മളെ കെമിസ്ട്രി, സിദ്ദിഖേട്ടൻ ഈ കഥാപാത്രത്തിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന രീതി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സിദ്ദിഖേട്ടൻ ആദ്യം വയസ്സിൻ റോളിൽ ചെയ്യുമ്പോൾ ചെറുപ്പവും വയസ്സും ഒരു ചെറിയ ഘട്ടം സിദ്ദിഖേട്ടൻ എന്നോട് ചോദിച്ചു, നമുക്കൊരു ചെറിയ ഒരു നടത്തത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയാലോ എന്ന് സിദ്ദിഖേട്ടൻ ചോദിച്ചിരുന്നു. ആൻഡ് ഇറ്റ് വർക്ക്ഡ് ലൈക്ക് എനിത്തിങ്. അപ്പൊ ഞാൻ സിദ്ദിഖേട്ടനെ ദാമോദരനാരെയാണ് വിളിക്കുന്നത്. കാരണം എനിക്ക് സിദ്ദിഖേട്ടനെ ദാമോദരനായിട്ട് മാത്രമേ ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ. കാരണം ഹി ഹാസ് ലാലേട്ടൻ നമ്മുടെ കോമ്പിനേഷൻ. നമ്മൾ അദ്ദേഹത്തിന്റെ കണ്ട് വാരരും നീലവണ്ടനും കൂടെയുള്ള സാധനങ്ങൾക്ക് ശേഷം നമ്മൾ അതിന് കിടപിടിക്കുന്ന ഒരു കോമ്പിനേഷൻ സീക്വൻസസ് ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെ ദർ ഇസ് എ ലോട്ട് ഓഫ് സർപ്രൈസ് പാക്കേജസ് ഇൻ ദിസ് ഫിലിം. ആൻഡ് ഐ വുഡ് സേ Mr. Harikrishnan is going to be the most sought after screenwriter here, because Harikrishnan has proved himself as one of the finest by National Award by Kuttisrangu. പക്ഷെ ഇതിൽ ഒരു കമേഴ്സ്യൽ എലിമെന്റിനെ കലാമൂല്യം ചോരാതെ എങ്ങനെ ഒരു തിരക്കഥയാക്കാം എന്നുള്ളതിന്റെ ഒരു പാഠപുസ്തകമാണ് ഒടിയന്റെ സ്ക്രിപ്റ്റ്. That is what we are waiting for. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വെയിറ്റിന്റെ ഒരു ചെറിയ അവസാനം മാത്രമേ ഇന്ന് വൈകുന്നേരം ഫെസ്റ്റിവൽ സിറ്റിയിൽ നടക്കുള്ളൂ. പക്ഷെ ആ അവസാനം എന്ന് പറയുന്നത് ഒരു വലിയ തുടക്കത്തിൻ്റെതാണ്. കാരണം ഇതുവരെയും നമ്മൾ കണ്ടിട്ടുള്ളതല്ലാതെ നമ്മൾ എത്രയോ നാള് കാത്തിരുന്ന കുറെ സീക്വൻസുകൾ ആദ്യമായി കാണാൻ പോകുന്നത് അവിടെ വരുന്ന ഫെസ്റ്റിവൽ സിറ്റിയിൽ വരുന്ന ക്രൗഡാണ്. സോ അവർക്ക് എല്ലാവർക്കും സ്വാഗതം. അബ്സല്യൂട്ട്ലി ഫ്രീ എൻട്രി ആണ്. മാത്രമല്ല നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ലാലേട്ടനും അവിടെ എത്തുന്നുണ്ടാവും എന്നുള്ള. ലാലേട്ടനെ ഫോണിൽ വിളിച്ചിട്ട് നമുക്ക് കിട്ടുന്നില്ല. വി ആർ ട്രൈങ് ടു ഗെറ്റ് ഹിം. നമുക്ക് ഒന്ന് ന്യൂസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വി വിൽ ട്രൈ ആൻഡ് ഹാവ് ലാലേട്ടൻ ഓൾസോ ഓൺ ദ ഫോൺ ലൈൻ. ഓക്കെ.